എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ സരസ്വതി സ്തുതിയാണ് പറയുന്നത്. ഗണപതി ഭഗവാനെയും ഗുരുവിനെയും വന്ദിച്ച ശേഷം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് സരസ്വതി ദേവിയോടാണ്. സരസ്വതി ദേവിയാണ് സർവവിദ്യകളും നമുക്ക് പ്രദാനം ചെയ്യുന്നത്. അതുകാരണമാണ് വിജയദശമി ദിവസത്തിൽ എല്ലാ വിദ്യകൾക്കും തുടക്കം കുറിക്കുന്നത്. കുട്ടികളെ എഴുത്തിനിരുത്തുന്നത് വിജയദശമി നാളിലാണ്. അരിയിൽ ആദ്യാക്ഷരമെഴുതി ഹരി ശ്രീ ഗണപതയെ നമഃ എന്ന ആദ്യാക്ഷരമെഴുതിയാണ് അവരുടെ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത്. ഏതു കലകളാണെങ്കിലും അത് തുടങ്ങുന്നത് വിജയദശമി നാളിലാണ്. സംഗീതം, നൃത്തം, വാദ്യോപകരണങ്ങൾ പഠിക്കുന്നത്, ചിത്രകലകൾ, ക്ഷേത്രകലകൾ എല്ലാം തന്നെ പഠിക്കാൻ ആരംഭിക്കുന്നത് വിജയദശമി നാളിലാണ്. സർവവിദ്യാപ്രദായിനിയായ സരസ്വതി ദേവിയെ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഈ സ്തുതി കുട്ടികൾ നിത്യേന 9 തവണയെങ്കിലും ചൊല്ലുന്നത് അവർക്ക് പഠിത്തത്തിൽ നല്ല ശ്രദ്ധയുണ്ടാവാനായി സഹായിക്കും. 9 തവണ ചൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഒരു 3 തവണയെങ്കിലും ചൊല്ലുന്നത് വളരെ നല്ലതാണ്. രാവിലെ മാത്രമല്ല, പഠിക്കാനിരിക്കുന്ന സമയത്തും ഈ പ്രാർത്ഥന ചൊല്ലുന്നത് നന്നായി പഠിക്കാനും പഠിച്ചത് ഓർമ്മയിൽ നിൽക്കാനും നമ്മെ സഹായിക്കും. കൂടാതെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ പരീക്ഷ തുടങ്ങുന്നതിന് മുന്നേ ആ ചോദ്യപേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ ദേവിയെ ഈ പ്രാർത്ഥന കൊണ്ട് മനസ്സിൽ സ്മരിച്ചിട്ട് സ്തുതിച്ചിട്ട് പരീക്ഷ എഴുതാൻ തുടങ്ങിയാൽ നമുക്ക് പഠിച്ചതെല്ലാം നന്നായി ഓർമ്മ വരും. നന്നായി അതെല്ലാം നമുക്ക് എഴുതാനും സാധിക്കും. ഇപ്രകാരം നല്ല വിദ്യകൾ നമ്മിൽ കൂടുതൽ പ്രകാശിക്കാനായി ആ സരസ്വതി ദേവി നമ്മളെ അനുഗ്രഹിക്കും. നന്നായി പഠിക്കാനും ഏത് മേഖലയിലാണെങ്കിലും നന്നായി പ്രവർത്തിച്ച് മറ്റുള്ളവർക്കും നമുക്കും ഉപയോഗമാകുന്ന വിധത്തിൽ നമ്മുടെ പ്രവൃത്തികൾ ചെയ്യാൻ നമ്മളെ സരസ്വതി കൃപാകടാക്ഷം സഹായിക്കും. ഈ സ്തുതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അത് നോക്കി പഠിച്ചു ചൊല്ലിയാൽ മതി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. എൻ്റെ പേര് ലളിതാംബിക വിശ്വനാഥൻ. നിത്യജീവിതത്തിൽ നാം ചൊല്ലേണ്ടുന്ന ഇതുപോലുള്ള ലളിതമായ പ്രാർത്ഥനകളും ആ പ്രാർത്ഥനകളിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങളും അതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഈശ്വരാനുഗ്രഹവും തുടർന്നു വരുന്ന വീഡിയോകളിൽ ഇതുപോലെ തന്നെ നമുക്ക് പഠിക്കാം. എല്ലാവർക്കും സരസ്വതി കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണാർപ്പണമസ്തു.